നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഈ വീഡിയോയിൽ നമ്മുടെ കുറച്ച് പ്രധാനപ്പെട്ട PSC റിസൾട്ടുകൾ വന്നതിനെ കുറിച്ചാണ് പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ 0 കട്ട് ഓഫ് ആയിട്ടുള്ള കുറച്ച് റിസൾട്ടുകളും അതുപോലെ തന്നെ പരീക്ഷ എഴുതിയ എല്ലാവരും ഉൾപ്പെടുത്തിയിട്ടുള്ള ലിസ്റ്റുകളും ഇന്ന് കേരള PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. 0 റിസൾട്ട് വന്ന റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 എന്ന് പറയുന്ന സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ള പരീക്ഷയാണ്. അതിൻ്റെ NCAയുടെ പരീക്ഷയാണ് നിലവിലിപ്പോൾ കട്ട് ഓഫ് 0 വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കാറ്റഗറി നമ്പർ 632/2021 ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫ് ഞാനിപ്പോൾ കാണിക്കുന്നത് നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പോൾ സ്ക്രോൾ ഡൗൺ ചെയ്യുന്ന ഈ ഒരു ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 0. ഇത് മാത്രമല്ല, ഇതിന് ശേഷമുള്ള കാറ്റഗറി നമ്പർ 633/2021 എന്ന് പറയുന്ന കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ തന്നെ NCA OBCയുടെ മറ്റൊരു റിസൾട്ടിൻ്റെ കട്ട് ഓഫും 0 തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിനകത്തൊക്കെ ഒരുപാട് പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കട്ട് ഓഫും 0 തന്നെയാണ്. അതുപോലെ തന്നെ ഞാൻ ഇനി കാണിക്കാൻ പോകുന്ന ഈ ഒരു റിസൾട്ട് നമ്മുടെ സൂപ്പർവൈസർ എന്ന് പറയുന്ന നമ്മുടെ ICDS സ്റ്റേറ്റ് വൈഡിൻ്റെ വിമൺ ആൻഡ് ചിൽഡ്രൻ ഡെവലപ്മെൻറ്റിൻ്റെ സൂപ്പർവൈസറിൻ്റെ എക്സാമിനേഷൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഒരു ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ള എല്ലാവരും ഈ ഒരു മെയിൻ ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ പരീക്ഷ എഴുതിയ എല്ലാവരും ഈ ഒരു ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് കേരള PSCക്കകത്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള 3 റിസൾട്ടുകളാണ് നമുക്ക് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നത്. ഒന്നെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടുള്ള ICDS ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സ്കീമിലേക്കുള്ള സൂപ്പർവൈസറിൻ്റെ പരീക്ഷയിലും ഇതൊക്കെ ഒരുപാട് പേര് ഉൾപ്പെടുത്തിയിട്ടുള്ള പരീക്ഷയാണ് സൂപ്പർവൈസറിൻ്റെയൊക്കെ. അപ്പോൾ ഇതിനകത്തൊക്കെ പരീക്ഷ എഴുതി എല്ലാവരും എന്ത് ചെയ്യുന്നുണ്ട്, റിസൾട്ടിനകത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്കുള്ള നമ്മുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ കേരള പോലീസിൻ്റെ തന്നെ പരീക്ഷയുടെ റിസൾട്ടുകൾ അല്ലെങ്കിൽ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാറ്റഗറി നമ്പർ 340/2021 മെയിൻ ലിസ്റ്റാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ ടൈം കീപ്പർ എന്ന് പറഞ്ഞിട്ടൊരു പരീക്ഷ, ജൂനിയർ ടൈം കീപ്പർ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിലേക്കുള്ള ജൂനിയർ ടൈം കീപ്പറിൻ്റെ റിസൾട്ട് നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. ഈ ജൂനിയർ ടൈം കീപ്പറിൻ്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. ജൂനിയർ ടൈം കീപ്പറിൻ്റെ റിസൾട്ടിൻ്റെ കട്ട് ഓഫ് വരുന്നത് 44.79 ആണ് കേട്ടോ. 44.79 ജൂനിയർ ടൈം കീപ്പറിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു റിസൾട്ടാണ് സ്റ്റോർ കീപ്പർ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് വൈഡ് പരീക്ഷ ഒരെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ സ്റ്റോർ കീപ്പർ സ്റ്റേറ്റ് വൈഡിൻ്റെ എക്സാമിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ള മാർക്ക് 33.84 ആണ്. 33.84 സ്റ്റോർ കീപ്പറിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് സ്റ്റേറ്റ് വൈഡിൻ്റെ എക്സാമിനേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 392/2021. ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ കട്ട് ഓഫ് നമുക്ക് നോക്കാം. ഡിവിഷണൽ അക്കൗണ്ടിൻ്റെ കട്ട് ഓഫ് വരുന്നത് 65.71 ആണ്. 65.71. അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് സ്റ്റേറ്റ് വൈഡ് കേരള വാട്ടർ അതോറിറ്റിയുടെ കാറ്റഗറി നമ്പർ 487/2021 എന്ന് പറയുന്ന കാറ്റഗറി നമ്പറിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്ന മാർക്ക് 46.88 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഒരു മെയിൻ ലിസ്റ്റ് ഇപ്പോൾ കേരള PSC വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരള കോപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ്റെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. കാറ്റഗറി നമ്പർ 402/2021 ആണ് വരുന്നത്. അജയ് കുമാറാണ് അതിൻ്റെ 1ാമത്തെ റാങ്കിനകത്ത് വരുന്നത്. ഷിജിന, അമൃത, സൗമ്യ എന്നിവർ ബാക്കി റാങ്കിനകത്തും കൂടി വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വന്നിട്ടുള്ള മറ്റൊരു റിസൾട്ട് ഫീൽഡ് ഓഫീസർ എന്ന് പറഞ്ഞിട്ട് NCAയുടെ ഒരു സ്റ്റേറ്റ് വൈഡ് റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫീൽഡ് ഓഫീസർ എന്ന് പറയുന്ന എക്സാമിൻ്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. 36.69 ആണ് കേട്ടോ. 36.69 ടെലിഫോൺ ഓപ്പറേറ്റർ പാർട്ട് 1 എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാറ്റഗറി നമ്പർ 059/2029 ആണ്. അപ്പോൾ ഈ ടെലിഫോൺ ഓപ്പറേറ്ററിൻ്റെ കട്ട് ഓഫിലേക്ക് വരികയാണെങ്കിൽ 44.79 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഡിവിഷണൽ അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞിട്ട് കേരള വാട്ടർ അതോറിറ്റിയുടെ NCA OBCയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. 53.41 ആണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. ജൂനിയർ എംപ്ലോയ്മെൻറ്റ് ഓഫീസർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ് വൈഡ് റിസൾട്ടിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ള മാർക്ക് എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 66.78 ആണ്. 66.78 ആണ്. കൂടാതെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് 2 NCA മുസ്ലിമിൻ്റെ സ്റ്റേറ്റ് വൈഡ് എക്സാം വന്നിട്ടുണ്ടായിരുന്നു. 634/2020 ആണ് കാറ്റഗറി നമ്പർ. ഇതിൻ്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്ന മാർക്ക് നമുക്ക് നോക്കാം.
ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാർക്ക് ഇതിനകത്ത് കേരള PSC കാണിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്, പരീക്ഷ എഴുതി എല്ലാവരും ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത റിസൾട്ടിലേക്ക് തന്നെ കിടക്കാം. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എന്ന് പറയുന്ന പരീക്ഷയാണ്. അതിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. മെയിൻ ലിസ്റ്റ് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിൻ്റെ മെയിൻ ലിസ്റ്റിനകത്ത് 120 പേരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 68 മാർക്കാണ് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടറിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചറിൻ്റെ ജൂനിയർ ഇംഗ്ലീഷ് ടീച്ചറിൻ്റെ മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് 344 പേരാണ്. 45.33 അതിൻ്റെ കട്ട് ഓഫ് മാർക്ക്. അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റൻ്റ് ക്യാഷ് ടൈം കീപ്പറിൻ്റെ കട്ട് ഓഫ് മെയിൻ ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു മെയിൻ ലിസ്റ്റിൻ്റെ ജൂനിയർ അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ഈ ഒരു പരീക്ഷയുടെ മെയിൻ ലിസ്റ്റിൻ്റെ കട്ട് ഓഫിലേക്ക് നമുക്ക് കിടക്കാം. 61.81 അതിൻ്റെ മെയിൻ ലിസ്റ്റായിട്ട് വരുന്നത്. അപ്പോൾ എന്തായാലും കേരള PSC ഇത്രയും പരീക്ഷകളുടെ മെയിൻ ലിസ്റ്റ് ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ CPOയുടെ പ്രതീക്ഷിച്ചിരുന്ന CPOയുടെ ഒന്നും റിസൾട്ടുകളും ലിസ്റ്റുകളൊന്നും ഇതിൽ വന്നിട്ടില്ല. അതിൻ്റെ NCA അതുപോലെ തന്നെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് പോലുള്ള പരീക്ഷയുടെ റിസൾട്ടുകൾ മാത്രമാണ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വരുന്ന അനുസരിച്ച് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ PDF എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും. ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ള എന്തെങ്കിലും ലിങ്ക് മുഖാന്തരം ജോയിൻ ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.